വചനമൊഴി ഫെബ്രുവരി 27. വചനഭാഗം യാക്കോബ് 1:9-11, 4:13-16, ലൂക്കായുടെ സുവിശേഷം 14:7-14. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദൈവവചന ഭാഗങ്ങൾ നമ്മെ നയിക്കുന്നത് വിനയവും ദൈവാശ്രയവുമാണ് യഥാർത്ഥ മഹത്വം എന്ന ചിന്തയിലേക്കാണ്. ധനത്തെക്കാളും ഭൗതിക സമ്പത്തിനേക്കാളും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനും എളിമയോടെ വിനയത്തോടെ ജീവിക്കുവാനും തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. യാക്കോബ് ശ്ലീഹ പറയുന്നു, ധനവാൻ തന്റെ താഴ്മയിൽ അഭിമാനിക്കട്ടെ, അവൻ പുല്ലിന്റെ പുഷ്പം പോലെ അപ്രത്യക്ഷനാകും. മനുഷ്യന്റെ മഹത്വവും സമ്പത്തും സ്ഥിരമല്ല, അത് നിമിഷ നേരം കൊണ്ട് മായുന്ന ഒന്നാണ്. വീണ്ടും യാക്കോബ് ശ്ലീഹ 4-13-16 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാളെ എന്തു സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ജീവൻ അല്പകാലം കാണപ്പെടുന്ന മഞ്ഞു പോലെയാണ്. നൈമിഷികമായ കടന്നുപോകുന്ന ഈ ജീവിതം ഭൗതിക സമ്പത്തിൽ മാത്രം ലക്ഷ്യം വെക്കാതെ ആത്മീയ സമ്പത്തില് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനാണ് യാക്കോബ് ശ്ലീഹ ഉപദേശിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ നാം ഇന്ന് കാണുന്നതും ഈ എളിമയുടെയും വിനയത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുവാനാണ്. നീ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടാൽ ഉയർന്ന സ്ഥാനത്ത് ഇരിക്കരുത്, താഴ്ന്ന സ്ഥാനത്ത് ഇരിക്കുക. വിരുന്നിനെ വിളിക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുന്നവരെയോ തിരിച്ചടയ്ക്കാൻ കഴിയുന്നവരെയോ മാത്രമല്ല, ദരിദ്രരെയും അശക്തരെയും ക്ഷണിക്കണമെന്നും ഈശോ പഠിപ്പിക്കുന്നു. യഥാർത്ഥ വിനയവും നിസ്വാർത്ഥ സ്നേഹവുമാണ് ഇതിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങളുടെ സംക്ഷിപ്തം, മനുഷ്യന്റെ ഇഹലോക മഹത്വം താൽക്കാലികമാണെന്നും ദൈവത്തിലുള്ള ആശ്രയമാണ്, വിനയമാണ് സ്ഥിരമായി നിലനിൽക്കുന്നത് എന്നും നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതെന്നും താഴ്മയിൽ ജീവിക്കുന്നവരെ ദൈവം ഉയർത്തുമെന്ന സന്ദേശമാണ്. ഈ നോമ്പുകാല ചൈതന്യത്തോട് ചേർന്ന് നമുക്കും ചിന്തിക്കാം, ഞാൻ എന്റെ കഴിവുകളിലും സമ്പത്തിലും ആശ്രയിച്ചാണോ ജീവിക്കുന്നത്? ഞാൻ മറ്റുള്ളവരെ സേവിക്കുന്നതിന് വിനയവും എളിമയുമുള്ള ഹൃദയത്തിന്റെ ഉടമയാണോ എന്ന് പരിശോധിക്കാം. എളിമയോടെ, വിനയത്തോടെ, വിശ്വസ്തയോടെ ഈ നോമ്പുകാലത്തിന്റെ ചൈതന്യം ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.